അമ്മ ഈ ഗുഡ് സെറ്റായിട്ടല്ലേ നല്ല ഷോർട്ട്സിനാവട്ടാ. ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് അവൻ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റുള്ളൊരു ഡസ്റ്റർ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റുള്ള തുണി തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞൊരു ഡസ്റ്ററാണ് അവന് വേണ്ടത്. അവൻ്റെ സ്ലേറ്റ് മായ്ക്കാനാണ് അവന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ഡസ്റ്റർ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. സാധാരണ തയ്ക്കണ അമ്മമാരുടെ വീട്ടിലുള്ള സ്ഥിരം കാഴ്ചയായിരിക്കും ഇത്. നമ്മൾ എന്തെങ്കിലും തയ്ക്കാനിരിക്കുന്ന ടൈമിലായിരിക്കും അവർ കൊണ്ടുവന്ന എന്തെങ്കിലും സഞ്ചി തയ്ച്ച് തരുമോ അമ്മേ, അല്ലെങ്കിൽ എന്തെങ്കിലും വള്ളി തയ്ച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ തയ്ക്കണതിൻ്റെ വേസ്റ്റ് പീസ് എടുത്തിട്ട് ഇങ്ങനെ വരും. അത് എനിക്ക് രണ്ടുപേരും അതന്നെ പരിപാടി. എന്തെങ്കിലും നമ്മൾ തയ്ക്കണതിനിടയിൽ ഒന്നില്ലെങ്കിൽ അവർക്ക് തയ്ക്കണം, അല്ലെങ്കിൽ അവർക്ക് കിട്ടിടണം, പിന്നെ അല്ലെങ്കിൽ ലേറ്റ് ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ പരമാവധി അവർ പോയ ടൈമിൽ ഞാൻ തയ്ക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഡസ്റ്ററിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഒഴിവ് ടൈമുകളിൽ ഞാൻ വല്ലതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു സഞ്ചികൾ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അത് കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പിയാണ്. അവരെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ അതിലിട്ടിട്ട് അവരുടെ ടേബിളിൻ്റെ അവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അത് 2-3 ദിവസം അങ്ങനെ നല്ല കെയറൊക്കെ ചെയ്ത് നന്നായി നോക്കും. കുറച്ച് കഴിയുമ്പോൾ ഞാനത് അടിച്ചു വാരി തന്നെ ഞാൻ തന്നെ കളയേണ്ടി വരും. അപ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥ തയ്ക്കണ പല അമ്മമാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഡസ്റ്ററിൻ്റെ പണി കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ചെറിയ ചെറിയ കട്ട് പീസുകളാക്കിയിട്ട് അത് തന്നെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി നിറച്ച് കൊടുക്കണം. അപ്പോൾ അവന് കുഞ്ഞൊരു ഡസ്റ്റർ മതി. പിന്നെ ഒരു ചെറിയൊരു ബോർഡും ഉണ്ട് ഇവിടെ. ആ ബോർഡും കൂടി മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കത് ആവശ്യം പറഞ്ഞിരിക്കണത്. അപ്പോൾ സ്കൂളിൽ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണല്ലോ ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് ഓരോന്നൊക്കെ പറയുക. മിക്കതും അങ്ങനെ തന്നെയാണ്. സ്കൂളിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അമ്മ എനിക്ക് അത് വാങ്ങിച്ച് തരുമോ ഇത് വാങ്ങിച്ച് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. കാര്യം ചിലപ്പോൾ ആൾ 2 ദിവസം ഇതിപ്പോൾ ഉപയോഗിക്കുള്ളൂ. പക്ഷെ എന്നാലും നമ്മളിത് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ആ ഒരു ഹാപ്പി ഫീലിംഗ് കാണാനാണ് ഞാനിപ്പോൾ ഇത് മെയിനായിട്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കണത് തന്നെ. ഡസ്റ്റർ ഉണ്ടാക്കാൻ ഇപ്പം അധികം വലിയ കഷ്ടപ്പാടൊന്നുമില്ല. നമ്മൾ വെറുതെ 4 സൈഡ് കൂട്ടിയടിക്കുന്നു. പിന്നെ അതിനൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വള്ളിയും കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. രാത്രി ഇടണമെങ്കിൽ എവിടെയെങ്കിലും അവൻ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ വെക്കണം എന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ വള്ളിയും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. മഴ കാരണം ഇപ്പോൾ 2-3 ദിവസം ലീവ് അല്ലായിരുന്നു. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും ഓരോന്നും. സഞ്ചി തയ്ച്ചതായോ വള്ളി തയ്ച്ചതായോ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വള്ളികളൊക്കെ അങ്ങനെ കൂട്ടിക്കെട്ടി നടക്കണം അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് ചെറുതായിട്ട്. ചില പിള്ളേർക്ക് ചെറുപ്പത്തിൽ ഞാൻ കാണാറുണ്ട് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് വള്ളി തയ്ച്ചതായോ എന്നൊക്കെ പറയും. അപ്പോൾ അത് കാണുമ്പോൾ ചേട്ടൻ വരും വള്ളിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അവിടെ അലമ്പാക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഡസ്റ്ററിൻ്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ വള്ളിയും കൂടി തയ്ച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് അത് കൂട്ടി തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡസ്റ്റർ റെഡി ആയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് അവന് കൊടുത്തപ്പോഴുള്ള അവൻ്റെ എക്സ്പ്രഷൻ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അതൊന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. അവരെ ആ ഒരു ചിരി കാണുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം. നമുക്കിതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ നല്ല ഹാപ്പി മൊമെന്റ്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡസ്റ്റർ തയ്ച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ സൈഡൊന്ന് കൂട്ടി അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ഡസ്റ്റർ നല്ല സോഫ്റ്റ് ഉള്ള ഡസ്റ്റർ സെറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ സിദ്ദിഖ് പറഞ്ഞ പോലെ വലുതാവുമ്പോൾ അവർക്ക് ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറുപ്പത്തിലെ ചെറിയ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സാധിച്ചു കൊടുക്കാന്ന് പറഞ്ഞ പോലെ. അപ്പം നമ്മുടെ ഡസ്റ്റർ സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി വേറൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ ബൈ.